ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേളാങ്കണ്ണി പള്ളിയിലാട്ടോ. ഇന്ന് വേളാങ്കണ്ണി പള്ളിയിലെ എല്ലാ പള്ളികളുടെയും ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വേളാങ്കണ്ണിയിൽ വരാനും അതുപോലെ നോമ്പെടുത്ത് വരുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. അവരുടെ ഫോൺ നമ്പറും ഞാൻ എൻ്റെ അടുത്ത് തരാം. അത് എല്ലാ മാസവും 15-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയ്ക്കാണ് അവരെ ട്രിപ്പ് വരുന്നത്. അതിൻ്റെ അകത്ത് താല്പര്യമുള്ളവർക്ക് പോരാം. നമ്മുടെ കല്ലർക്കാടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ട്രെയിനിൽ വരാനുള്ളതും അതുപോലെ ബസ്സിൽ വരാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ താമസ സൗകര്യങ്ങളാണെങ്കിലും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ താമസ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വേളാങ്കണ്ണി പള്ളിയുടെ പ്രശസ്തി വാനോളം ഉയരുന്നത് 1771 നാഗപട്ടണം ഇടവകയിൽ നിന്ന് പിരിഞ്ഞ് ഒരു സ്വതന്ത്ര ഇടവകയായതോടുകൂടിയായിരുന്നു. മൈലാപ്പൂർ രൂപതയുടെ കീഴിലുള്ള ഈ പള്ളിയുടെ ആദ്യത്തെ വികാരിയായിട്ട് ചുമതലയേറ്റത് അന്റോണിയോ ഡി റൊമാരിയോ ആയിരുന്നു. അന്നത്തെ കാലത്ത് രൂപതയുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. യൂറോപ്പിലെ പോർച്ചുഗീസ് രാജാവായിരുന്നു രൂപതയുടെ എല്ലാ ചെലവുകളും വഹിച്ചിരുന്നത്. തുടർന്ന് 1890 ഇടവക പുരോഹിതന്മാർക്ക് അധികാരങ്ങൾ കൈമാറ്റപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്നത് മാതാകുളത്തിനോട് ചേർന്നിട്ടുള്ള പള്ളിയാണ് കേട്ടോ. ഇവിടെയാണ് ആദ്യത്തെ അത്ഭുതം നടന്ന സ്ഥലം. ഈ സ്ഥലത്തിന് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്ന പേര് അണ്ണാപിള്ള തെരുവ് എന്നായിരുന്നു. ഇതിലൂടെയായിരുന്നു അന്ന് ആ ബാലൻ ഗുരുവിന് പാലുമായി പോയത്. യാത്രാമധ്യേ ക്ഷീണിതനായ കുട്ടി ഈ കുളത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ക്ഷീണമകറ്റാൻ ആലിൻചൂട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഈ കുളം തീർത്ഥാടകർക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലല്ല, ഗ്ലാസ് ഇട്ട് മറച്ചിരിക്കുകയാണ്. അതായത് വരുന്ന തീർത്ഥാടകർ ഇതിൻ്റെ അകത്തേക്ക് പണങ്ങളെല്ലാം നിക്ഷേപിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ക്ഷീണിതനായി ആൽമരച്ചോട്ടിൽ കിടന്ന കുട്ടിയോട് മാതാവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉണ്ണീശോയ്ക്ക് കുറച്ച് പാല് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. തൻ്റെ കൈവശമുണ്ടായിരുന്ന പാൽപാത്രത്തിൽ നിന്ന് പാലെടുത്ത് കൊടുക്കുകയും തുടർന്ന് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങോട്ടേക്ക് വരാനുണ്ടായ താമസവും അതുപോലെ പാലിൽ കുറവ് വന്നതിൻ്റെ കാരണങ്ങളും ഗുരുവിനെ ബോധിപ്പിച്ചു. എന്നാൽ പാത്രം തുറന്ന ഗുരു ഞെട്ടി. കാരണം പാത്രത്തിൽ നിന്ന് പാല് കവിഞ്ഞൊഴുകുകയായിരുന്നു. ഗുരുവും ശിഷ്യനും അതുപോലെ അവിടെ കൂടിയിരുന്നവരും ഓടി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ സമയം മാതാവ് രണ്ടാമതും ആ കുട്ടിക്ക് പ്രത്യക്ഷനാവുകയും അതേസമയം മറ്റുള്ളവർക്ക് ഒരു പ്രകാശം അവിടെ വരുന്നതായി കാണപ്പെടുകയും ചെയ്തു. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് അത്ഭുത കിണറിലെ വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ ഹാളിനുള്ളിലേക്ക് ചെന്നാൽ വലതുവശത്തായിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് യഥേഷ്ടം കോരി കുടിക്കാം. അതുപോലെ കളക്ട് ചെയ്യാനാണെങ്കിൽ, വീടുകളിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഇടതുവശത്തെ ക്യൂവിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്കാട്ടോ. അതായത് മലയാളം കുർബാനകൾ നടക്കുന്ന സ്ഥലം. ഇവിടെയാണ് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം കുർബാനയുണ്ട്. ലത്തീൻ കുർബാനയാണ്. ഈ പള്ളിക്കുള്ളിൽ ഏകദേശം 5000 പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കല്ലൂർക്കാട് നിന്ന് വരുന്ന തീർത്ഥയാത്ര ഗ്രൂപ്പിന്റെ കൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ രാവിലെ 7 മണിക്ക് കുരിശിന്റെ വഴി ഉണ്ടാവും. അത് മാതാകുളത്തിന്റെ അങ്ങോട്ടാണ് കുരിശിന്റെ വഴി പോകുന്നത്. തുടർന്ന് 8:30 കുരിശിന്റെ വഴി അവസാനിക്കുകയും തുടർന്ന് മാതാകുളത്തിന്റെ അടുത്തുള്ള പള്ളിയിലും കയറി നമ്മൾ മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. 1570 മെയ് മാസത്തിൽ ഇടയ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് നിത്യാരാധന ചാപ്പലിലേക്കാട്ടോ. ആദ്യകാലങ്ങളിൽ നിത്യാരാധന ചാപ്പലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പള്ളിയുടെ ഇടതുവശത്തെ കുറച്ച് ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് അതിമനോഹരമായ രീതിയിൽ നിർമ്മിക്കുകയും ഫുൾ എയർ കണ്ടീഷനോട് കൂടി നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പഴയ പള്ളി ആദ്യകാലങ്ങളിൽ കുമ്പസാരത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ കുമ്പസാരം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ടായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇതിന് പിറകിലായിട്ടാണ് ഇപ്പോഴത്തെ നിത്യാരാധന ചാപ്പലിന്റെ പുതിയ കെട്ടിടം നിലകൊള്ളുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. രാവിലെ 7 മണി മുതൽ 8 മണി വരെയും അതുപോലെ ഉച്ചയ്ക്ക് 10:30 മുതൽ 11:30 വരെയും സമയമുണ്ട്. ഇപ്പോഴത്തെ നിത്യാരാധന ചാപ്പലിന്റെ ഉൾഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് മുടന്തനായ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട നാടുതിട്ടു എന്ന സ്ഥലത്തേക്ക് പോകാം. ഇതാണ് കേട്ടോ നാടുതിട്ടു എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് മാതാവ് രണ്ടാമതായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അതായത് മുടന്തനായ ഒരു ബാലന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്നാണ് ഇവിടെ പള്ളി സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ ധനികനായ ഒരാള് ഓലമേഞ്ഞൊരു പള്ളി സ്ഥാപിക്കുന്നതും. ഏകദേശം 1597 കാലഘട്ടത്തിൽ നടന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വിധവയും അവളുടെ മുടന്തനായ മകനും മോര് വിൽപ്പന നടത്തിയിരുന്ന ഒരു ആലിൻചുവടായിരുന്നു ഈ പള്ളി. മാതാവ് പ്രത്യക്ഷപ്പെട്ട് മോര് ആവശ്യപ്പെടുകയും അത് കൊടുത്ത മുടന്തനായ കുട്ടി മുടന്തു മാറി സുഖം പ്രാപിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ ആദ്യത്തെ രോഗശാന്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ രോഗശാന്തിക്ക് ശേഷമാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അതും ഓലയാൽ നിർമ്മിക്കപ്പെടുന്നു. നമ്മൾ ഈ കാണുന്നത് മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് കേട്ടോ. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഈ സമയത്ത് ചുറ്റുപാടുമുള്ള മരങ്ങളിൽ പക്ഷികൾ വന്നിരുന്ന് പ്രത്യേക രീതിയിൽ ചിലയ്ക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും.
ഇനി നമ്മൾ ഈ കാണുന്ന പ്രദക്ഷിണത്തിന് ഒരു ചരിത്രമുണ്ട്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ഏകദേശം 16-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തായി ചൈനയിലെ മക്കാവോയിൽ നിന്നും സിലോണിലേക്ക്, അതായത് ഇപ്പോഴത്തെ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് ഒരു ചരക്ക് കപ്പൽ യാത്ര തുടങ്ങി. അതൊരു പോർച്ചുഗീസ് വ്യാപാര കപ്പലായിരുന്നു. യാത്രാമധ്യേ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് ശക്തമായ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും കപ്പൽ തകരുമെന്ന അവസ്ഥ വരികയും ചെയ്തു. നിസ്സഹായകരായ നാവികർ മറിയത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. കടലിന്റെ നക്ഷത്രമായ സ്റ്റെല്ല മരിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ എവിടെ നങ്കൂരം ഇടുന്നോ അവിടെ ഒരു പള്ളി പണിയും എന്ന് ദൃഢമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ സമയം കടൽക്കരയിൽ നിന്ന് ഒരു പ്രകാശം ഉദിക്കുകയും അത് ലക്ഷ്യമാക്കി അവർ നീങ്ങുകയും അങ്ങനെ അവർ വേളാങ്കണ്ണിയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ വേളാങ്കണ്ണി തീരത്ത് എത്തിച്ചേരുന്ന ആ ദിവസം സെപ്റ്റംബർ 8-ാം തീയതിയായിരുന്നു. മാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് അന്നുണ്ടായിരുന്ന ഓലമേഞ്ഞ പള്ളി മാറ്റി ഇന്നത്തെ രൂപത്തിലുള്ള പോർച്ചുഗീസ് ശൈലിയിലുള്ള ഒരു പള്ളി പണിയാൻ അവർ തീരുമാനമെടുക്കുകയും തുടർന്ന് പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തത്. അങ്ങനെ ആ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് 2-ാം നില പള്ളിയിലേക്കാട്ടോ. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പള്ളിയിലെ തിരക്കുകൾ കാരണം ആളുകൾക്ക് പൂർണ്ണമായിട്ട് നിന്നും കുർബാന സംബന്ധിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് 2-ാം നില പള്ളി പണിയാനുള്ള തീരുമാനമെടുക്കുന്നത്. അകലെ നിന്ന് ഗ്രൂപ്പുകളായിട്ട് വരുന്ന തീർത്ഥാടകർക്ക് ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലാനും അതുപോലെ കുരിശിന്റെ വഴികളൊക്കെ ചൊല്ലുന്നതിനും വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ മോർണിംഗ് സ്റ്റാർ പള്ളി വരുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു മലയാളം കുർബാന ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് താഴത്തെ പള്ളിയിലേക്ക് പോകാം. ഈ പള്ളിയുടെ ചുറ്റുമായിരുന്നു മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കുന്നത്. എന്നാൽ ഇന്ന് മാതാകുളത്തിന്റെ സമീപത്തേക്കാണ് പ്രദക്ഷിണം പോയത്. അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വന്ന് താഴത്തെ പള്ളിയിലേക്ക് പ്രദക്ഷിണം കയറുന്നതോടുകൂടി കുർബാനയും, അതായത് തമിഴ് കുർബാനയും അതിനുശേഷം അതാത് ദിവസത്തെ കുർബാനകൾ പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 2006 ഡിസംബർ 26-ാം തീയതി സുനാമി വന്ന സമയത്ത് ഈ താഴത്തെ പള്ളിയുടെ മുറ്റത്ത് വരെ കടൽവെള്ളം കയറി വന്നതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്നാൽ പള്ളിക്കുള്ളിലേക്ക് ഒരു തുള്ളി കടൽജലം പോലും കയറിയില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒന്നായി മാറി. വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മാതാകുളത്തിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടുള്ള 5ഉം 6ഉം സ്ഥലങ്ങൾക്കിടയിലുള്ള ഭാഗം സുനാമി വന്ന സമയത്ത് തകർക്കപ്പെട്ട് കടൽ ജലം കുത്തിയൊലിച്ച് കയറുകയും ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ കുടിലുകളും നശിപ്പിക്കുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. സുനാമി വന്ന് ആ പ്രദേശങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അവിടെ മോർണിംഗ് സ്റ്റാർ പള്ളി നിർമ്മിച്ചത്. നമ്മൾ ഈ കാണുന്നതാണ് വേളാങ്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു കൊടിമരം പോലെ കണ്ടോ, ഇവിടെ നിന്നാണ് പ്രകാശം ഉദിച്ചതും അതുപോലെ കപ്പൽ യാത്രികർക്ക് വഴി കാട്ടിയതുമായ പ്രകാശം വന്ന സ്ഥലം. ഇനി നമുക്ക് പ്രധാന പള്ളിയിലേക്ക് കടക്കാം. ഇവിടെയാണ് രാവിലെ 5:45 തമിഴ് കുർബാനയോടുകൂടി അന്നേ ദിവസത്തെ പ്രാരംഭ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്ന സ്ഥലം. വേളാങ്കണ്ണി പള്ളി നിലവിൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ലാറ്റിൻ പള്ളിയാണ് കേട്ടോ. 1890-ൽ ഇടവക പുരോഹിതന്മാർക്ക് ഇതിന്റെ അധികാരം കൈമാറുന്നതിന് മുമ്പ് വരെ ഈ മാതാവിന്റെ രൂപത്തിന്റെ 2 സൈഡിലായിട്ട് 2 വിശുദ്ധരുടെ രൂപങ്ങൾ കൂടി ഉണ്ടായിരുന്നു. സെന്റ് ആന്റണിയുടെയും സെന്റ് ഫ്രാൻസിസിന്റെയും രൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് കാരണം 1889 വരെ പോർച്ചുഗീസ് മിഷണറിമാരുടെ അധികാരത്തിന് കീഴിലായിരുന്നു ഈ പള്ളി. 1952-ൽ മൈലാപ്പൂർ രൂപതയിൽ നിന്നും വേർതിരിഞ്ഞ് പുതിയൊരു രൂപതയായി തഞ്ചാവൂർ നിലവിൽ വന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വേളാങ്കണ്ണി പള്ളി നിലകൊള്ളുന്നത്. 1962 നവംബർ 3-ന് വിശുദ്ധ ജോൺ 23-ാം മാർപ്പാപ്പ ദേവാലയത്തിന് ബസലിക്ക എന്നൊരു പദവി നൽകുകയും കൂടാതെ വേളാങ്കണ്ണിയെ കിഴക്കിന്റെ ലൂർദ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഇന്നും പോർച്ചുഗീസുകാർ അവരുടെ സാക്ഷ്യപത്രം എഴുതി വെച്ച ഭാഗങ്ങളും രേഖകളുമെല്ലാം പഴയ പള്ളിയുടെ അൾത്താരയുടെ സൈഡിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇത് ഭക്തവസ്തുക്കളുടെ ഒരു ശേഖരമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് പുറത്ത് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്, അതും പോയി കാണാം. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, പഴയകാല ആചാരങ്ങളായ മഞ്ഞൾ താലി കെട്ട്, തൊട്ടിൽ കെട്ടല്, അതുപോലെ താഴിട്ട് പൂട്ട്, തേങ്ങ നൽകുന്ന രീതി, തലമുണ്ടനം ചെയ്യുന്ന രീതി, ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം ഇന്നിപ്പോൾ ഇവിടെ നിർത്തലാക്കിയിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് തിരുവോസ്തി വാങ്ങി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം നൽകുന്ന പള്ളിയുടെ കെട്ടിടമാണ്. അതുപോലെ കല്ലർകാട് നിന്ന് ആരംഭിക്കുന്ന തീർത്ഥയാത്ര സംഘത്തിന്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവര് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. മുകളിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിലുള്ള ആളുകളാട്ടോ ഇതെല്ലാം. വേളാങ്കണ്ണിക്ക് പോയവരാണ്, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. എല്ലാം കല്ലർകാടുകാരല്ല, കുറച്ചുപേര് അവിടെ നിന്ന് ഇവിടുന്ന് മാറി വന്നിട്ടുണ്ട്.